നുണ പറയൽ പിശാച്. നുണയൻ എപ്പോഴും ജീവിതത്തിൻ്റെ തകർച്ചയിലേക്ക് പോകും. അവനെക്കുറിച്ചൊരു നല്ല അഭിപ്രായം ജീവിതത്തിൽ ഉണ്ടാവില്ല. കർത്താവേ, നുണ പറയുന്ന സ്വഭാവം. ചിലർ വായെടുത്ത് വലുത്തു വെച്ച നുണയെ പറയുള്ളൂ. അത് ഭയങ്കര വിശ്വസിപ്പിക്കാവുന്ന വിധത്തിലാണ് പറയണേ. നക്കിക്കൊണ്ടായിരിക്കും വന്നത്. ഇവൻ ഏഷണി കൂട്ടി നുണ പറഞ്ഞ് നടക്കുന്ന വ്യക്തിയായിരിക്കും. ഇവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയാണ്. അവനെ പിടിച്ചിരിക്കുന്ന പിശാച് നുണ പറയൽ പിശാചാണ്. കുറച്ച് നാളത്തേക്കൊക്കെ ആളുകൾ വിശ്വസിക്കും. അത് കഴിയുമ്പോൾ പിന്നെ അവനെ അവിശ്വസിക്കും. ഇവനിങ്ങനെ ന്യൂസ് പിടിച്ച് നടക്കുകയും ചെയ്യും. കേട്ടോ അവൻ അവളുമായിട്ട് ലൈനാണ്. ഇങ്ങനെയൊക്കെ ഉള്ള തലത്തിലൂടെ ഇങ്ങനെ നടന്ന് ഏഷണി കൂട്ടി നുണ പറഞ്ഞ് നടക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു വ്യക്തിത്വം മാറ്റം വരുത്തുവാൻ ധ്യാനത്തിന് പോയി പേഴ്സണാലിറ്റി മാറി പ്രതിജ്ഞയെടുത്ത് ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. സത്യസന്ധമായി പെരുമാറുവാനും നുണ പറയാതിരിക്കാനുള്ള കൃപാവര ഇവർക്ക് നൽകണമേ. കർത്താവേ, ഇവരെ സുഖപ്പെടുത്തണമേ. ഇവർക്ക് ധൈര്യം നൽകണമേ, ശക്തി നൽകണമേ. സത്യസന്ധമായി സംസാരിക്കുവാനുള്ള കൃപാവര ഇവർക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.